നമസ്കാരം. കൃഷിദർശൻ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തേനുത്സവം 2014 തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നടക്കുന്ന തേനുത്സവത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തേനീച്ച വളർത്തലിലൂടെ തേനിൻ്റെ ഉപഭോഗത്തിലേക്കും ഉൽപ്പാദനത്തിലേക്കും കേരളീയരുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നതിനാണ് തേനീച്ച കർഷകരുടെ കൂട്ടായ്മയായ ഫിയ ഈ തേനുത്സവം 2014 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു വരുന്നത്. സെപ്റ്റംബർ 16, 17, 18 തീയതികളിലായി തിരുവനന്തപുരം VJT ഹാളിൽ നടക്കുന്ന തേനുത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്കിന്ന് കടന്നു ചെല്ലാം. കേരളത്തിലെ ഒരു സ്കൂൾ തന്നെ തേനീച്ച കൃഷിക്കും തേനീച്ച വളർത്തലിനും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ണൂർ പൂമംഗലം സ്കൂൾ. ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരെ നയിച്ചുകൊണ്ട് അധ്യാപകനായ ശ്രീ സത്യനാരായണനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു തേനീച്ചപ്പെട്ടി വളർത്തുന്ന നല്ലൊരു കൊച്ചുമിടുക്കനും നമുക്കൊപ്പുണ്ട്. മാസ്റ്റർ നിതിൻ, എങ്ങനെയുണ്ട് തേനീച്ച വളർത്തുന്ന? സ്വന്തമായിട്ട് എത്ര തേനീച്ചപ്പെട്ടിയുണ്ട്? ഒന്ന്. എൻ്റെ സ്കൂളിൽ 10 തേനീച്ചപ്പെട്ടിയൊക്കെ ഉണ്ട്. ഞാനും ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് തേനീച്ചപ്പെട്ടി സഹായിക്കാനൊക്കെ. പിന്നെ തേനീച്ച കുത്തിയിട്ടുണ്ടോ? എനിക്കൊക്കെ കുത്തിയിട്ടുണ്ട്. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, എനിക്ക് പേടിയില്ല. തേനീച്ചനെടുക്കാൻ തേനീച്ച ഇഷ്ടമാണോ? തേനീച്ചപ്പെട്ടി വളർത്തുമ്പോൾ മോൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മറ്റു പിള്ളേരോട് പറയാറുള്ളത്? ചെറുതേനീച്ചനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിലത്തൊന്നും വെക്കാൻ പാടില്ല. തൂക്കുമ്പം വേറെ പ്രാണികളൊന്നും അതിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം വെച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? മാഷ്, സത്യനാരായണ മാഷ് അല്ലേ? അപ്പോൾ നമുക്കിനി സത്യനാരായണ മാഷിലേക്ക് നമുക്ക് കടന്നില്ല. പൂമംഗലം സ്കൂളിലെ ഒരു തേനീച്ച വളർത്തലിന് വലിയ പ്രാധാന്യമാണ് മാഷ് കൊടുക്കുന്നത്, സ്കൂളും കൊടുക്കുന്നത്. അതെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്ക്, മറ്റ് പല കൃഷികളുണ്ടെങ്കിലും തേനീച്ചയിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? അതെ, ഞങ്ങൾ ആദ്യം ചക്കയിലാണ് തുടങ്ങിയത്. 2003 ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ പാഴായിക്കൊണ്ടിരിക്കുന്ന കുറുമാത്തൂർ പഞ്ചായത്തിലെ പന്നിയൂർ വില്ലേജിൽ പാഴായിക്കൊണ്ടിരിക്കുന്ന ചക്ക സംബന്ധിച്ചുള്ള ഒരു പഠനം പൂനെയിൽ നടന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ പല പ്രോജക്റ്റും ശാസ്ത്ര പ്രൊജക്റ്റ് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി 2006 ഒരു തേനീച്ച വളർത്തൽ, ഇന്ത്യൻ തേനീച്ച വളർത്തലിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്ത് അത് പൂനെയിൽ അവതരിപ്പിച്ചു. പക്ഷേ ആ പരിപാടി വഴി ഞങ്ങളുടെ സ്കൂളിൽ 50 തേനീച്ച കോളനികൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയും അതുപോലെ 10 തേനീച്ച കോളനി സംസ്ഥാന ഹോർട്ടികോർപ്പിൻ്റെ വകയും ഞങ്ങളുടെ സ്കൂളിന് അനുവദിക്കുകയുണ്ടായി. അന്ന് കൃഷിമന്ത്രിയായിരുന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ സാറാണ് ഞങ്ങളുടെ സ്കൂളിൽ വന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് തുടർന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ തേനീച്ച വളർത്തൽ രംഗത്തിന് വളരെ ഏറെ ഉണ്ടായിട്ടുണ്ട്. പ്രതാപൻ സാറിൻ്റെ ഒക്കെ തന്നെ ശ്രദ്ധ ഈ രീതിയിൽ വളരുന്നതിന് സഹായകമായി. 2011 ചെറുതേനീച്ച വളർത്തൽ ആരംഭിച്ചു. വിദേശത്ത് നിന്ന് ഹിന്ദുവിൽ വന്ന വാർത്ത ഇൻ്റർനെറ്റിലെ കൂടി അറിഞ്ഞ് ശ്രീമതി ഹെയ്സൽ ആംസ്ട്രോങ് സ്കൂളിൽ സന്ദർശിക്കേണ്ടായി. ഞങ്ങളുടെ പഞ്ചായത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പഞ്ചായത്തിലെ 12 സ്കൂളിൽ 30 ചെറുതേനീച്ച കോളനികൾ നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിലുപരിയായിട്ട് ഇതൊരു ശാസ്ത്ര പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും കുട്ടികളിലെ നിരീക്ഷണ പാഠമൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് എന്നതുകൊണ്ടാണ്, സമൂഹത്തിനേറെ ഗുണം ചെയ്യുന്നൊരു പ്രവർത്തനമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങളിതിൽ ഊന്നി നിന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഞങ്ങൾക്ക് ഈ ചെറുതേനീച്ച വളർത്തൽ രംഗത്തിന് വേണ്ട സഹായം, വേണ്ട നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ അനുഭവ സമ്പത്തുള്ള ആലക്കോടുള്ള ഒരു PT തമ്പിച്ചേട്ടനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ തേനീച്ച വളർത്തൽ രംഗത്തിന് കണ്ണൂർ റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ
ഷാജുവേട്ടനും അതുപോലെ മനോജേട്ടനും ഞങ്ങൾക്കേറെ സഹായം ഞങ്ങൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ഉണ്ടായിട്ടുണ്ട്. കോർപ്പിൻ്റെ സഹായം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ തമ്പിച്ചേട്ടൻ ഇപ്പോൾ രൂപകൽപ്പന ചെയ്ത ഒരു കൂടാണ് ഇത്. അപ്പോൾ ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത വളരെ ആകർഷകമായിട്ട് ഇത് തൂക്കിയിടാൻ വേണ്ടി സാധിക്കുന്നില്ലയാണ്. തേനീച്ചയ്ക്ക് ഈ ഓപ്പൺ ഫീഡിങ് രീതിയിൽ തേൻ നൽകാനുള്ള ഒരു സംവിധാനം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ മേലത്തെ അറയിൽ തേൻ മാത്രം ശേഖരിക്കാൻ സാധിക്കും. അടിയിലാണ് ചെറുതേനീച്ചയെ പൂമ്പൊടിയും മുട്ടയും ഒക്കെ ഇതിനുള്ളത്. ഇത് തുറന്ന് കാണിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? 2 PVC പൈപ്പാണ്. ഇതൊരു ആകർഷകമായിട്ടുള്ളതാണ്. ചിലവ് ഇത്തിരി കൂടും. അതായത് ഒരു 400 രൂപയിൽ കുറയാതെ ഇതിൻ്റെ ചിലവ് വരുന്നില്ല, നിൻ്റെ സാധനത്തിൻ്റെ ഇതിനൊക്കെ തന്നെ. പക്ഷേ അത് ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കും. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ ഒന്ന് തുറന്ന് കാണിക്കാവുന്നതാണ്. മറ്റേ തേനിൻ്റെ വിപണനം എങ്ങനെയാണ് സ്കൂളിലെ തേൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരുപാട് തേനീച്ചയൊന്നും ഇപ്പോൾ ഇല്ല. ഇന്ത്യൻ തേനീച്ചക്കെല്ലാം തന്നെ വളരെ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് 21 തേനീച്ച കോളനി പ്രകൃതിക്ഷോഭത്തിൽ പെട്ടിട്ട് ഒഴുകിപ്പോയി. അതുപോലെ തന്നെ മറ്റേ രോഗങ്ങളെല്ലാം നിമിത്തം ഇപ്പോൾ ഒരു 10 തേനീച്ച കോളനിയാണ് ഇന്ത്യൻ തേനീച്ചയുള്ളത്. അതുപോലെ തന്നെ ചെറുതേനീച്ച ഒരു 10 എണ്ണമാണ് സ്കൂളിലുള്ളത്. അതുകൂടാതെ വിദ്യാർത്ഥികളും അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഈ ഞങ്ങളുടെ പൂമംഗലം മോഡൽ കൂടുകൾ ഉപയോഗിച്ച് ഇന്ന് ചെറുതേനീച്ച വളർത്തൽ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂടുകളാണ് ഞങ്ങൾ ഈച്ചയുള്ള ഈ കൂടുകളാണ് 10 എണ്ണം ഞങ്ങളിവിടെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ പൂമംഗലം മോഡൽ കൂടിൻ്റെ പ്രത്യേകത? പൂമംഗലം മോഡൽ കൂടിന് ഇപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള കൂടുകളാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് കോളനി വിഭജിക്കാൻ എളുപ്പമുള്ളതാണ്. അതായത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഇലക്ട്രിക് വർക്കിന് ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡിൻ്റെ ആകൃതിയിലുള്ള 1960 ഘന സെൻറ്റിമീറ്റർ വരുന്ന, അതായത് 35 സെൻറ്റിമീറ്റർ നീളം, 7 സെൻറ്റിമീറ്റർ വീതി, ഇതിൻ്റെ ഉയരം 4 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളളവ് ഉയരം 8 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 1960 ഘന സെൻറ്റിമീറ്റർ വരുന്നതാണ് ചെറുതേനീച്ച വളർത്തലിന് നല്ലത് എന്നുള്ളത് ഡോക്ടർ ദേവനേശൻ സാറ് ഞങ്ങൾക്ക് നൽകിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ അളവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഒരു ബെൻഡ് പൈപ്പ് ഇവിടെ കാണാം. വയറിങ്ങിന് ഉപയോഗിക്കുന്ന ബെൻഡ് പൈപ്പ്. അപ്പോൾ ഇതിനാവുന്ന സമയത്തുള്ള ഒരു ഗുണം, ഈ ഈച്ചയെ കുപ്പിയിലാക്കുന്ന വികൃതികളായ തേനീച്ചകളെ കുപ്പിയിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ കലത്തിലും മൺകലത്തിലും കമുകന്തടിയിലും മുളയിലും ഒക്കെയാണ് ചെറുതേനീച്ചകളെ വളർത്തുന്നത്. പക്ഷേ അത് തേനെടുക്കാനൊക്കെ തന്നെ ഈച്ച വന്ന് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ നമുക്കുള്ള രീതി ഈച്ചകളെ കുപ്പിയിലാക്കുന്ന രീതിയാണ്. പക്ഷേ പൂമംഗലം മോഡലിന് അതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മിനറൽ വാട്ടറിൻ്റെ കുപ്പി പുറകുവശം മുറിച്ചിട്ട്, സാധാരണ ഇതിനിടെ ഓട്ടയാക്കിയിട്ട് പുറകുവശം മുറിച്ചിട്ടല്ല, ആണി കൊണ്ട് ഓട്ടയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഞങ്ങൾ പുറകുവശം മുറിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു തുണി ചുറ്റിയിട്ടാകുമ്പോൾ ഈച്ചയെ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കുപ്പിയിലേക്ക് ആക്കും. അവസാനം ഈ ഈച്ചയെ തിരിച്ച് കുപ്പിയിലാക്കുന്ന സമയത്ത് മൂടി വരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഈ റബ്ബർ ബാൻഡ് വലിച്ചു ഊരിയാൽ പെട്ടെന്ന് ഈച്ചകൾക്കെല്ലാം പുറത്തു പോകാനും കൂടിലേക്ക് പ്രവേശിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഈച്ചയെല്ലാം കുപ്പിയുടെ ഉള്ളിലേക്കാവും. 1-2 കുപ്പിയിൽ അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം വേറൊരു കുപ്പി എടുത്ത് വീണ്ടും അത് കുപ്പിയിലേക്കാക്കും. ഈ രീതിയിലാണ് ഇതിനെ കുപ്പിയിലാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പൂമംഗലം ടച്ച് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊന്നാണ് ഈ ചെറുതേനീച്ചേൻ്റെ തേൻ കലത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം തേൻ അതിൽ ബാക്കിയാവും. തേൻ ഗോളങ്ങളായിട്ടല്ല അതിൽ ഒഴുകിയിട്ടുള്ളത് തേൻ നമ്മൾ വിചാരിക്കും അത് കുടിച്ചോട്ടെ. പക്ഷേ അത് കുടിക്കുകയല്ല ചെയ്യുന്നത്. അത് ഈ കുടിക്കാനുള്ള വെപ്രാളത്തിൽ ഈച്ച അതിൽ വീണിച്ചാവും. ചിലപ്പോൾ റാണി ഇതിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് തേൻ മുഴുവനായിട്ട് എടുക്കണം. ഒലിച്ചിറങ്ങാതെ തേൻ മുഴുവനായിട്ട് എടുക്കണം, ഗോളങ്ങളിൽ നിന്നോട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തേൻ മുഴുവനായിട്ട് എടുക്കാനുള്ള 2 ഭാഗവും തുറക്കാൻ കഴിയുന്ന ഒരു പെട്ടിയാണ് ഇത്. ഇവിടെ തേനുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു പാത്രത്തിലേക്ക് കാണിച്ച് സ്പൂൺ കൊണ്ട് അതിലേക്ക് മാറ്റാം, ചെത്തി മാറ്റാം. അതുപോലെ ഇതിനുണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റാം. ഇതും ഇങ്ങനെ നേരിട്ട് പാത്രത്തിലേക്ക് കാണിച്ച് അതിൽ നിന്ന് തേൻ നമുക്ക് പൂർണ്ണമായിട്ട് പാത്രത്തിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ കോളനി വിഭജിക്കണമെങ്കിൽ ഇതിൽ നിന്ന് പൂമ്പൊടി മുട്ടിയും പുതിയ പെട്ടിയിലേക്ക് എടുത്തു വെക്കുക തന്നെ വേണമെന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഇത് PVC പൈപ്പ് കൊണ്ടുള്ള കൂട് 2ആയി പിളർന്നിട്ടാണ് ഉള്ളത്. ഇത് 2ആയി പിളർന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇത് തുറന്നിട്ടാകുമ്പോൾ അതിൽ കാണും, ഇതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ രണ്ടും ഇത് പിളർന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ വേണ്ടി സാധിക്കും. കേരള കർഷകരിൽ 2012 ജൂണിൽ, അതുപോലെ 2013 ജൂണിലും ഈ പൂമംഗലം UP സ്കൂളിലെ ചെറുതേനീച്ച വളർത്തലെ സംബന്ധിച്ചുള്ള ലേഖനം അതിൽ വന്നിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് അത് ഉണ്ട് താൻ. അപ്പോൾ ഇത് 2ആയി പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള ഒരു കഷ്ണം കൂടി ഇത് 2ആയി പിളർന്നിട്ട് അവിടെയും പിളർന്നിട്ടാകുമ്പോൾ ഇത് കുറച്ച് ഉയർത്തിയിട്ട് ഉള്ളിൽ നിന്ന് ഉയർത്തിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇത് തുറന്ന സമയത്ത് അത് കാണും. അപ്പോൾ
അങ്ങനെ അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കറുത്ത നിറത്തിലുള്ള ഈ ടൈപ്പ് തെർമോക്കോള്, അതായത് വണ്ടീൻ്റെ എല്ലാം വുഡ് അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണത്. അത് നമുക്ക് പൊതിയാൻ, ചൂട് ഉള്ളിലേക്ക് അധികം അടിക്കാതിരിക്കാനും ഒക്കെ തണുപ്പിനെ പ്രതിരോധിക്കാനും ഒക്കെയാണ് അത് വെക്കുന്നത്. ലെതർ അതിൻ്റെ പുറത്ത് പൊതിഞ്ഞാൽ നമുക്ക് മഴയത്ത് പോലും ഇങ്ങനെ കെട്ടി തൂക്കാൻ സാധിക്കും. ഞങ്ങളെ കുറുമാത്തൂർ പഞ്ചായത്തിലെ ചില സ്കൂളിലെല്ലാം മരത്തിൻ്റെ മേലെ മഴയത്താണ് കെട്ടി തൂക്കിയിട്ടുള്ളത്. വീടിൻ്റെ സമീപത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് പറമ്പിൽ വെച്ചാൽ കൂടുതൽ ഉൽപ്പാദനം കൂടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. സ്കൂളിൻ്റെ ഈ തേനീച്ച വളർത്തൽ പരിപാടിയുടെ കുട്ടികളുടെ ഒരു താല്പര്യം എത്രത്തോളം ഉണ്ട്? കുട്ടികളെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് ഒഴിവ് സമയത്തും എല്ലാം തന്നെ അവർ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഒഴിവുകാലത്ത് മറ്റ് കുട്ടികളെല്ലാം തന്നെ മറ്റ് ക്രിക്കറ്റും ഇതെല്ലാം തന്നെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പോലും ഞങ്ങളിങ്ങനെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ വിളിക്കുന്ന സമയത്ത് യാതൊരു മടിയുമില്ലാതെ സ്കൂളിലേക്ക് വരാനും തേനെടുക്കാനും ഒക്കെ സഹായിക്കാൻ കുട്ടികൾക്ക് വളരെയധികം താല്പര്യമാണ്. പ്രത്യേകിച്ച് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് താല്പര്യം കൂടുതലാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമുക്കറിയാലോ. അപ്പോൾ പ്രവേശനോത്സവത്തിനെല്ലാം മറ്റ് സ്കൂളിലെല്ലാം തന്നെ ലഡു മിഠായി എല്ലാം തന്നെ കൊടുക്കുമ്പോൾ ഞങ്ങൾ അതോടൊപ്പം ഞങ്ങൾ സ്വന്തം കുട്ടികളുണ്ടാക്കിയ തേൻ കൂടി കൊടുക്കാനുള്ള ഒരു കഴിവ് കേരളത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഇന്നലെയും കൂടി ഞങ്ങൾ സ്കൂളിൽ ഓണം അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നത് തേൻ കൊടുത്തുകൊണ്ടാണ്, കുട്ടികൾക്ക് തേൻ കൊടുത്തുകൊണ്ടാണ് സ്വാഗതം ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് കുട്ടികൾക്കും ഒരു അഭിമാനകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് കർഷകർ, കുട്ടികൾക്ക് ഇത് ചെയ്ത് വരുന്ന വഴി ഒരുപാട് കർഷകർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഒരു പദ്ധതി കൃഷി മന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഞങ്ങളുടെ പഞ്ചായത്തിലെ 100 ചെറുതേനീച്ച കോളനി, ഞങ്ങളുടെ ഈ പുതിയ തരത്തിലുള്ള ഈ പൂമംഗലം മോഡൽ കൂടുകൾ, ഇത് കൃഷി മന്ത്രി നിറവ് പരിപാടിയിൽ വെച്ച് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ 2013 മെയ് 24 അവിടെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ ഈ കൂടുകളും സംവിധാനവും പൂമംഗലം മോഡൽ കൂടുകൾ എന്ന പേരിൽ കൃഷി വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ഇത്തരം കൂടുകളിലേക്ക് ഞങ്ങളുടെ പഞ്ചായത്തിലെ ആദ്യപടി എന്ന നിലയിൽ 100 തേനീച്ച കോളനികളെ ഞങ്ങളെ ഹരിതസേനാംഗങ്ങളെ ഉപയോഗിച്ച് ഒഴിവ് സമയങ്ങളിലും പിന്നെ ഒഴിവ് ദിനങ്ങളിലും അവധി ദിവസങ്ങളിലും അവരുടെ വീടുകളിൽ ഞങ്ങൾ അടക്കം കുട്ടികളെ കൂട്ടി അവരെ വീടുകളിൽ ചെന്ന് അത് പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 100 കോളനി ഞങ്ങൾ ഈ പുതിയ കൂടുകളിലേക്ക് ആക്കുന്ന സമയത്ത് നിലവിൽ അവരുടെ മൺകലത്തിലും കമുകിൻ തടിയിലും അതുപോലെ തന്നെ മുളയിലും ഒക്കെയുള്ള കോളനി അവിടെ നിൽക്കും. ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 200 കോളനി ആയി ഞങ്ങളുടെ പഞ്ചായത്തിൽ അത് മാറുന്നില്ല എന്നതിൻ്റെ പ്രത്യേകത. ആദ്യപടി എന്ന നിലയിലാണ് ഇത്തരം ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹായം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നിവേദനം ഞങ്ങൾ തയ്യാറാക്കി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തേനുത്സവത്തിൻ്റെ മുഖ്യ സംഘാടകനായ ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് എപ്പിക്കൾച്ചർസ് തേനീച്ച കർഷകരുടെ കൂട്ടായ്മയാണ്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എ അബ്ദുൽ കലാം ഇപ്പോൾ നമ്മളോട് ഒപ്പം ഉണ്ട്. സർ, ഈ ഒരു തേനുത്സവം നടത്തുന്നതിൻ്റെ ഒരു പ്രസക്തി കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഉണ്ട്? മുമ്പ് തേൻ വളർത്തുമ്പോൾ അതിനൊരു സങ്കല്പം ഉണ്ടായിരുന്നു, തേനിന് വേണ്ടി തേനീച്ചകളെ വളർത്തുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ചെറുപ്രാണികൾ മാനവരാശിക്ക് വേണ്ടി ചെയ്യുന്ന സേവനം വളരെ മഹത്തരമാണ്. 20 മുതൽ 40% വരെ എല്ലാ വിളകളിലും, കാർഷിക വിളകളിലും മറ്റു വിളകളിലും വിളവർധന ഉണ്ടാകുന്നു എന്നാണ് പഠനം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ തേൻ കിട്ടുന്ന തേനിൻ്റെ മൂല്യത്തെക്കാൾ എത്രയോ മടങ്ങ് ഉപരിയാണ് ഈ പോളിനേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഈ പരാഗണ സേവനം വഴി ചെറിയ പ്രാണിയെ ചെയ്യുന്ന സഹായം. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ പരിപ്രേക്ഷ്യം ഉണ്ടാക്കുകയും അത് സാമാന്യ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു തേനീച്ച കോളനി, അറ്റ്ലീസ്റ്റ് ഒരു ചെറുതേനീച്ച കോളനിയെങ്കിലും ഉണ്ടാകുക, അതുവഴി നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ലക്ഷ്യമാണ് ഇപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാനായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നോ മോർ ബീസ്, നോ മോർ പോളിനേഷൻ, നോ മോർ പ്ലാന്റ്സ്, നോ മോർ ട്രീസ്, നോ മോർ ആനിമൽസ്, നോ മോർ മാൻ. 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4-5 വർഷം കൊണ്ട് ഈ പരാഗണ ഈ ചെയ്യുന്ന ഈ ബീസ് ഇല്ലാത്ത, പ്രത്യേകിച്ച് തേനീച്ച ഇല്ലാത്തൊരു മാനവരാശിക്ക് 5 വർഷത്തിലേറെ അല്ലെങ്കിൽ 4-5 വർഷത്തിലേറെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ജീവികൾ ചെയ്യുന്ന സേവനം നമുക്ക് മനസ്സിലാവേണ്ടതാണ്. പിന്നെ ഈ മേഖലയിൽ തേനീച്ച കർഷകർ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്.
അതിനെല്ലാം പരിഹാരം കണ്ടെത്തുക. ഇപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് വാറ്റ് തേനീച്ച പെട്ടി ഉപകരണങ്ങൾ അതിനെല്ലാം വാറ്റ് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തേനീച്ച കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിന് അർഹമായ വില കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. ഇടനിലക്കാരാണ് ലാഭം മുഴുക്കെ കൊയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ച് ആ തേനീച്ച കർഷകർക്ക് അവരുടെ തേനിന് ഉൽപ്പന്നത്തിന് മതിയായ വില കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ദൗത്യം നമ്മുടെ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാല കെടുതികളാലും രോഗങ്ങളാലും ഒട്ടേറെ തേനീച്ച കോളനിക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ മേഖലയിൽ കർഷകരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അവർക്ക് സമഗ്ര വിള ഇൻഷുറൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇത് പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ തേനീച്ച വ്യാവസായിക അടിസ്ഥാനത്തിൽ തേനീച്ച വളർത്തുമ്പോൾ എല്ലാവർക്കും പ്രകൃതിയിൽ നിന്ന് ആവശ്യമായ മധുവും പൂമ്പൊടിയും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവയെ ഫീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് കർഷകർക്ക് സബ്സിഡി ഏർപ്പെടുത്തുക, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കവറേജ് നൽകുക, ഈ തേനീച്ച കർഷകർക്ക് വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുക തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾ. പിന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കാലാകാലങ്ങളായുള്ള ഒരു ഡിമാൻഡാണ് ഹണി മിഷൻ രൂപീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഹണി മിഷൻ രൂപീകരിച്ചാൽ ഈ മേഖലയിലുള്ള കർഷകരുടെ തേനീച്ച കർഷകർ സമഗ്രമായ ഉന്നമനത്തിന് അത് വഴിയൊരുക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ഹണി മിഷൻ രൂപീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഈ ഫെഡറേഷൻ്റെ സമ്മേളനത്തിന് തന്നെ വന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അപ്പോൾ ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ ആവശ്യം ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുകയും ഹണി മിഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ മേഖലയിലെ സമഗ്രമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്യുക എന്നാണ് ഈ സംഘടനയുടെ എളിയ ലക്ഷ്യം. തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സംഘടനയായ ബോധന തേനീച്ച വളർത്തലിലും തേനിൻ്റെ ഉൽപ്പാദനത്തിലുമൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു സംഘടനയാണ്. ആ ബോധനയുടെ പ്രവർത്തകരുടെ തേനുമായി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. എന്താ പേരെന്താ? എൻ്റെ പേര് സിജോ എന്നാണ്. ഞാനവിടെ ബോധന എന്നറിയപ്പെടുന്നത് തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി തിരുവല്ല രൂപതയുടെ ഒരു സാമൂഹ്യ സേവന വിഭാഗമാണ്. അതിൽ കുറേ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. ചൈൽഡ് ലൈൻ, അതുപോലൊക്കെ സർക്കാർ ഏജൻസികൾ വഴിയുള്ള കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. മഴവെള്ള സംഭരണി, വാട്ടർ ഫിൽട്ടർ, നാച്ചുറൽ റിസോഴ്സ്മെൻറ്റ്, കൂൺ കൃഷി, അതുപോലൊക്കെ നമ്മുടെ മഴവെള്ള സംഭരണി, അങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നാച്ചുറൽ റിസോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ടുള്ളൊരു സംവിധാനമാണ് ഹണി പ്രോസസ്സിങ്, അക്മാർക്ക് ലാബ്, ഹണി കളക്ഷൻ ആൻഡ് സെയിൽസ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ബോധനയിൽ ചെയ്യുന്നത്, ബോധനയിൽ എല്ലാ മാസവും 2 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുകയും അതിന് താല്പര്യമുള്ള കർഷകരെ തേനീച്ച കോളനി, തേനീച്ച വളർത്താനുള്ള ഉപകരണങ്ങൾ എന്നിവ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അതുപോലൊക്കെ തേനീച്ച കർഷകരെ ഒരു ഫാമായിട്ടോ അല്ലെങ്കിൽ ഒരു കർഷക സംഘടനയായിട്ടോ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നബാർഡ്, കോർട്ടിക്രോപ്പ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ നിന്ന് സബ്സിഡികൾ വാങ്ങിക്കൊടുക്കുകയും അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങളും ട്രെയിനിങ്ങുകളും പ്രാക്ടിക്കലുകളും ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് തന്നെ സെയിൽ ചെയ്യാം. പോരാത്തത് അവർക്ക് വിൽക്കാൻ കഴിയാത്ത തേനിൻ്റെ ബൈ പ്രോഡക്റ്റുകളും അവർക്ക് ബോധനയിൽ തന്നെ തിരിച്ചെടുക്കാം. അത് തിരിച്ചെടുക്കുന്നത് സർക്കാർ എല്ലാ വർഷവും ഒരു തേനിനൊരു വില നിശ്ചയിക്കുന്നുണ്ട്. ആ വിലയിൽ നിന്ന് 10 രൂപകൾ നമ്മുടെ കർഷകർക്ക് കൊടുത്തതുകൊണ്ട് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ ബോധന പ്രൊമോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഇത് കളക്ട് ചെയ്യുന്ന തേനിനെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അക്മാർക്ക് ലാബുണ്ട്. അവിടെ അക്മാർക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമാണെങ്കിൽ മാത്രം നമ്മൾ ആ തേനിനെ കളക്ട് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് മാർക്കറ്റിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൻതേന്, ചെറുതേന്, തേനിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൻതേനാണെങ്കിൽ അക്മാർക്ക് ചെയ്ത തേനുമുണ്ട്, സാധാരണ ലോക്കൽ ബോട്ടിലിങ്ങുമുണ്ട്. അതോടൊപ്പം ചെറുതേനാണെങ്കിൽ 1 കിലോ തൊട്ട് 50 ഗ്രാം വരെയുള്ള ബോട്ടിലിംഗ് ചെയ്യുന്നുണ്ട്. തേനിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയ തേൻ ഈന്തപ്പഴം, തേൻ ചെറി, തേൻ ഗ്രേപ്സ്, തേൻ ഗാർലിക്, ഹണി ചില്ലി, ഫേസ് ക്രീം, അങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് അയക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേനിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാവിൽ രുചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതോടൊപ്പം ഓരോ പ്രോഡക്ട്സിൻ്റെയും അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പ്രത്യേകതയായ എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്, അതായത് അതിനകത്ത് യാതൊരുവിധ മായങ്ങളോ ചേരുവകളോ ഇല്ല. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഗ്ലാസ് ബോട്ടിലുകളിലാണ് ചെയ്യുന്നത്. അതായത് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അതിൻ്റെ കെമിക്കൽ വാല്യൂകൾ ഒരു കാരണവശാലും നമ്മുടെ തേനിനകത്ത് ആഡാകാൻ പാടില്ല. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേന്
ഉപയോഗിക്കുമ്പോൾ 1 2 അല്ല 1 മാസം കൊണ്ടോ തീർന്നു പോകുന്നൊരു സംഭവമല്ല. അത് വർഷങ്ങളോളം വരെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലായി കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കലുകൾ തീർച്ചയായിട്ടും അതിലേക്ക് ആഡാവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ ബോധനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്യുന്ന തേന് മാർക്കറ്റിലേക്ക് സുലഭമായി ലഭിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, തേനീച്ചകൾ തേൻ മാത്രമല്ല നമുക്ക് തരുന്നത്. അതിലേറെയായി വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ തേനീച്ചകൾക്ക് വളരെ വിലയേറിയ ഒരു പങ്കാണുള്ളത്. എന്ന് മാത്രമല്ല, തേനീച്ചകളില്ലെങ്കിൽ വൃക്ഷങ്ങളില്ല, വൃക്ഷങ്ങളില്ലെങ്കിൽ മനുഷ്യരാശിയോ മറ്റ് യാതൊരു ജീവവർഗമോ ഈ ഭൂമുഖത്തുണ്ടാവില്ല. വിലയേറിയ ഈ പാഠം പകർന്നുകൊണ്ട് 3 ദിവസങ്ങളിലായി നടന്നു വന്ന തേനുത്സവം 2014 ഇവിടെ സമാപിച്ചു. അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് 2 ദിവസങ്ങളിലായി എത്തിച്ചു കഴിഞ്ഞു. ഈ കാഴ്ചകൾ കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും തേനീച്ച വളർത്തലിലും ഒപ്പം തേനുൽപാദനത്തിലും ഗണ്യമായ പങ്ക് വഹിക്കാൻ കഴിയണം. ഓരോ വീട്ടിലും ഓരോ തേനീച്ച കോളനി എന്ന ഫിയ, അതായത് തേനീച്ച കർഷകരുടെ കൂട്ടായ്മയുടെ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വീടുകളിലേക്കും നമുക്ക് തേനീച്ച വളർത്തൽ വ്യാപിപ്പിക്കാം. ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് കൃഷിദർശൻ്റെ ഈ തേനുത്സവം 2014 കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറിയ ഇനം തെങ്ങു കൃഷി വ്യാപകമാക്കാൻ കേരസമൃദ്ധി പദ്ധതി. ടിഷ്യൂ കൾച്ചർ വാഴ കൃഷിക്ക് ധനസഹായം. വാർത്തകൾ വിശദമായി. കേര കർഷകർക്കിടയിൽ കുറിയ ഇനം തെങ്ങുകളുടെ കൃഷി വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് കേരസമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി ലക്ഷണമൊത്ത കുറിയ ഇനം മാതൃതെങ്ങുകൾ കണ്ടുപിടിച്ച് കൃഷി വകുപ്പ് വിത്തുതേങ്ങകൾ ശേഖരിക്കും. കുറിയ ഇനം മാതൃതെങ്ങുകളുള്ള കർഷകർ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതാത് കൃഷിഭവനുകളിൽ നൽകേണ്ടതാണ്. കൃഷി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന കുറിയ ഇനം മാതൃതെങ്ങുകളിലെ വിത്തുതേങ്ങകൾ 40 രൂപ തോതിൽ കർഷകർക്ക് നൽകും. കുറിയ ഇനം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക എന്നതാണ് കേരസമൃദ്ധി പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയും 17 മുതൽ 22-ാം തീയതി വരെയും തെങ്ങുകയറ്റ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾ 0472 288 2086 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഹൈടെക് കൃഷിയും കാർഷിക വ്യവസായവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി ഭക്ഷ്യ സംസ്കരണ മേഖലകളിലെ അവസരങ്ങൾ സംരംഭകർക്കും നിക്ഷേപകർക്കും മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി ആഗോള കാർഷിക സംഗമം ഈ മാസം 6-7 തീയതികളിൽ അങ്കമാലിയിൽ നടത്തുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ആഗോള കാർഷിക സംഗമം കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ശ്രീ രാധാ മോഹൻ സിംഗ് നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വാഴ, പൈനാപ്പിൾ, ടിഷ്യൂ കൾച്ചർ വാഴ എന്നിവയുടെ കൃഷിക്ക് ധനസഹായം നൽകുന്നു. വാഴയ്ക്കും പൈനാപ്പിളിനും ഹെക്ടറിന് 26,250 രൂപ എന്ന നിരക്കിലാണ് ധനസഹായം ലഭിക്കുക. എന്നാൽ ടിഷ്യൂ കൾച്ചർ വാഴ കൃഷിക്ക് 1 ഹെക്ടറിന് 37,500 രൂപയാണ് സാമ്പത്തിക സഹായം ലഭിക്കുക. ഒരു ഗുണഭോക്താവിന് പരമാവധി 4 ഹെക്ടർ വരെയുള്ള കൃഷിക്ക് സഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 233 0857.
എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗ്രാസ് കാർപ്പ് മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 3.5 മുതൽ 4.5 ഇഞ്ച് വരെ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് 4 രൂപ തോതിലാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് 9447 993980 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നഴ്സറി നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ഈ മാസം 11, 12, 13 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9645 420575. മലപ്പുറം തവനൂർ കൃഷിഫാമിൽ ജ്യോതി ഇനം നെൽവിത്ത് വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447 917854. വാരണാസിയിലെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രോജക്റ്റ് ഓൺ വെജിറ്റബിൾ ക്രോപ്സ് തമിഴ്നാട്, കർണാടകം, പോണ്ടിച്ചേരി, കേരളം എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യാൻ യോജിച്ച DAG 12 എന്ന കുമ്പള ഇനം വികസിപ്പിച്ചെടുത്തു. 3.5 കിലോഗ്രാം വരെ കായകൾക്ക് ഭാരമുണ്ടാകും. 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 36 ടൺ കുമ്പളങ്ങ വരെ വിളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കർഷകർ വിളിക്കാവുന്ന ഫോൺ നമ്പർ 0542 2635 247. കമ്പോള അവലോകനം. കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ കൊപ്രാക്കളങ്ങളിൽ തേങ്ങാവെട്ട് നിർത്തി. പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ പുതിയ കൊപ്രയുടെ ലഭ്യത ചുരുങ്ങും. മില്ലുകാർ വരും ദിനങ്ങളിൽ വെളിച്ചെണ്ണ വില ഉയർത്താൻ ശ്രമം നടത്താം. ജപ്പാൻ നാണയത്തിന് നേരിട്ട മൂല്യത്തകർച്ച ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളെ ഇന്ന് സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യൻ വ്യവസായികൾ സംസ്ഥാനത്തെ വിപണികളിൽ നിന്ന് പിന്തിരിഞ്ഞതുമൂലം വിവിധയിനം ഷീറ്റ് വില ഇടിഞ്ഞു. 4ാം ഗ്രേഡ് കിലോ 119 രൂപയായും ലാറ്റക്സ് 74 രൂപയായും താഴ്ന്നു. 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കുരുമുളകിന്റെ വരവ് ചുരുങ്ങി. ആഭ്യന്തര വ്യാപാരികൾ ഉൽപ്പന്നത്തിൽ താൽപ്പര്യം നിലനിർത്തി. വിലക്കയറ്റം പ്രതീക്ഷിച്ച് ഉൽപ്പാദകർ ചരക്ക് പിടിക്കുന്നുണ്ട്. ഏലക്ക അവധി നിരക്ക് ഇന്ന് 4% ഇടിഞ്ഞു. അവധി വില 2 ദിവസം കൊണ്ട് കിലോ 60 രൂപ കുറഞ്ഞു. അതേസമയം കർഷകർ ലേലത്തിനുള്ള ചരക്ക് നീക്കം കുറച്ചത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. കൊച്ചി ലേലത്തിൽ മികച്ച ഇനങ്ങൾക്ക് 1053 രൂപ ഉറപ്പുവരുത്താനായി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.7, 24.6. കൊച്ചി 31.2, 25.4. ആലപ്പുഴ 31.6, 24. പുനലൂർ 32.2, 22.4. തിരുവനന്തപുരം കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.